മാറ്റമാണ് UDF വരണം. കാരണം 6 മാസം കൊണ്ട് വെള്ളം തരാമെന്ന് പറഞ്ഞ് 10 വർഷം അവർ ഭരിച്ചു, ഇതുവരെ വെള്ളം തന്നിട്ടില്ല. ഈ ഭാഗത്ത് ഫുള്ള് കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ്. പക്ഷേ അവർ 6 മാസം കൊണ്ട് വെള്ളം തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അധികാരത്തിൽ വന്നത്. ഈ റോഡ് ശരിയാക്കുക, ഈ ബ്ലോക്ക് ഒഴിവാക്കുമെന്ന് പല ആൾക്കാരും പറയണ്ടേ. ഈ പ്രശ്നം ആര് പരിഹരിക്കണം? അവരപ്പം ജനങ്ങൾ വെക്കും. താനൂർ നിയോജക മണ്ഡലത്തിലാണ് ഉള്ളത്. താനൂരിലെ സിറ്റിംഗ് MLA വി അബ്ദുറഹ്മാൻ നേരത്തെ ഇവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു. അദ്ദേഹം പിന്നീട് മണ്ഡലം മാറി തിരൂരിലേക്ക് മാറുകയുണ്ടായി. പകരം LDF സ്ഥാനാർത്ഥിയായി വന്നത് ടി മുഹമ്മദ് സമീറാണ്. ഇവിടെ ടി മുഹമ്മദ് സമീറിനെ എതിരിടുന്നത് UDFൻ്റെ വിദ്യാർത്ഥി നേതാവായിട്ടുള്ള MSFൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള PK നവാസാണ്. ഇത്തവണ താനൂർ മണ്ഡലം ആർക്കൊപ്പം നിൽക്കും? അബ്ദുറഹ്മാൻ്റെ അഭാവത്തിൽ LDFന് വീണ്ടും ജയിക്കാൻ കഴിയുമോ, അതല്ല UDF ഇവിടെ തിരിച്ചു പിടിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. താനൂരിലെ വോട്ടർമാർ പ്രതികരിക്കുകയാണ്. നവാസ് ജയിക്കും. കഴിഞ്ഞ തവണ പക്ഷേ സിറ്റിംഗ് MLA അബ്ദുറഹ്മാനാണ്. പക്ഷേ ഇപ്രാവശ്യം ഒക്കെ മാറി അങ്ങനെ പറഞ്ഞപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ 2 പ്രാവശ്യം ഇപ്പോൾ അവർ ജയിച്ചില്ല. ഇനി പ്രാവശ്യം മറ്റവരായിരിക്കും ജയിക്കാൻ സാധ്യത. അത്രേ ഉള്ളൂ പറയാൻ. എനിക്ക് PK നവാസാണ് കൂടുതൽ ഇഷ്ടമുള്ള, എനിക്ക് ഇഷ്ടപ്പെട്ട ആളുമാണ്. ഇത്തവണ നവാസ് താനൂര് കൊണ്ടുപോകുമോ? എൻ്റെ സാഹചര്യം 90% PK നവാസ് ആയിരിക്കും എന്നാണ്. മാറ്റമാണ് UDF വരണം. കാരണം 6 മാസം കൊണ്ട് വെള്ളം തരാമെന്ന് പറഞ്ഞ് 10 വർഷം അവർ ഭരിച്ചു, ഇതുവരെ വെള്ളം തന്നിട്ടില്ല. കുടിവെള്ളത്തിന് ഭയങ്കര പ്രശ്നമുള്ള ഏരിയയാണ്. നമ്മളെ വീട്ടിൽ വന്നിട്ട് 6 മാസം കൊണ്ട് വെള്ളം തരാമെന്ന് തന്നെയാണ് ഫസ്റ്റ് MLA ആയത്, പിന്നെ മന്ത്രിയായി. ഇന്ന് മാറട്ടെ, UDF വരട്ടെ മൊത്തത്തിൽ. നേരത്തെ അബ്ദുറഹ്മാനായിരുന്നു വോട്ട് ചെയ്തത്? അല്ല, നമ്മൾ ഫിറോസിനാണ്. കേരളത്തിലെ മാറണം, UDF വരണം, ഒന്ന് മാറട്ടെ, മാറ്റം വരട്ടെ, നമുക്ക് നോക്കാമല്ല. നമ്മൾ ഷുവറായിട്ട് UDF ജയിക്കും. PK നവാസ് ജയിക്കും. എന്താ അബ്ദുറഹ്മാൻ ഇല്ലാത്തതുകൊണ്ടാണ്? അബ്ദുറഹ്മാൻ ഇല്ലാത്തതുകൊണ്ടല്ല, PK നവാസ് യുവത്താണ്, നല്ല രീതിയിലുള്ള വികസനം കൊണ്ടുവരാൻ കഴിയും. 100% ഉറപ്പാണ്. അബ്ദുറഹ്മാൻ വികസനം കൊണ്ടുവന്നിട്ടില്ല. എങ്ങനെയാണ്? അതിപ്പോൾ ഇതിന് മുമ്പ് 10 വർഷം മുമ്പ് രണ്ടത്താണി കൊടുന്ന അതേ സംഭവം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. അത് ഇല്ല. PK നവാസ് 100%. ഓക്കെ. അതെ, അബ്ദുറഹ്മാൻ ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ മിക്കവാറും ഇപ്പോഴത്തെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ UDF വരും. കേരളത്തിൽ എന്തായിരിക്കും അവസ്ഥ ഇത്തവണ? എന്താണെന്ന് വെച്ചാൽ അതും UDF ആവാനാ സാധ്യത. LDFന് അബ്ദുറഹ്മാൻ പോയ മണ്ഡലമാണിത്. LDF വരും. സമീർ വരും. ജയിക്കും. തീർച്ചയായും UDF വരാനാണ് സാധ്യത. കാരണം ഒരുപാട് വികസനങ്ങൾ പാതിവഴിയിൽ നിൽക്കുകയാണ്. വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് ഈ ഭാഗത്ത്, അതേപോലെ ഇങ്ങോട്ട് മേലോട്ടുള്ള ഭാഗത്തൊക്കെ വെള്ളത്തിൻ്റെ ഇപ്പോൾ ഈ സമയമായപ്പോൾ ഫെബ്രുവരി മാർച്ച് ആയപ്പോൾ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് നല്ലുണ്ട്. ഈ ഭാഗത്ത് ഫുള്ള് കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ്. പക്ഷേ അവർ 6 മാസം കൊണ്ട് വെള്ളം തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അധികാരത്തിൽ വന്നത്. ഇപ്പോൾ 10 വർഷം പൂർത്തിയായി, ഒന്നും ആയിട്ടില്ല. പൈപ്പിംഗ് ഇടുന്നത് പോലും പൂർത്തിയായിട്ടില്ല, ഇപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുന്നതാണ്. അടിസ്ഥാന പ്രശ്നങ്ങൾ ഇപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല. പ്രത്യേകിച്ച് വൈലത്തൂർ നമ്മൾ ഈ ബ്ലോക്കിൻ്റെ പ്രശ്നം, മൂപ്പരാള മണ്ഡലമാണ്, മൂപ്പരാള വീടിൻ്റെ അടുത്തുകൂടുള്ള സ്ഥലം, ഇതുവരെ അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു തുടങ്ങി വെക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഒരിക്കലും ഇവിടെ LDFന് ഈ പ്രാവശ്യം സാധ്യതയില്ല. അതുകൊണ്ടാണ് അബ്ദുറഹ്മാൻ ഇവിടുന്ന് ഒളിച്ചോടിയിട്ട് തിരൂർക്ക് പോയത്. തീർച്ചയായിട്ടും ഒളിച്ചോടിയതാണ്. നവാസിനായിട്ട് തോറ്റ് കഴിഞ്ഞാൽ വലിയ മാനക്കേട് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. LDF വരും എന്നാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ ഒരു സാധ്യത കുറവുണ്ടെന്നും കരുതുന്നുണ്ട്. ഏതായാലും ഇങ്ങനെ വരും എന്ന് കരുതുന്നു. സംസ്ഥാനത്ത് ഇപ്പോൾ 3ാമത് പിണറായി വരുമോ? എങ്ങനെ? വരാനും വരാതിരിക്കാനും സാധ്യത ഉണ്ടെന്നാണ്. കാലാവസ്ഥ പോലെയാണ്. കാലാവസ്ഥ പോലെ. ഈ റോഡ് ശരിയാക്കുക, ഈ ബ്ലോക്ക് ഒഴിവാക്കുമെന്ന് പല ആൾക്കാരും പറയണ്ടേ. ഇന്ന് വരെ അത് നിലവിൽ വന്നിട്ടില്ല. ആരെ കൊണ്ട് സാധിച്ചിട്ടില്ല. അന്നും ബ്ലോക്കാണ്, ഇവിടെ ഇന്നും ബ്ലോക്കാണ്. ഈ പ്രശ്നം ആര് പരിഹരിക്കണം? അവരപ്പം ജനങ്ങൾ വെക്കും. അല്ല, ഇത്തവണ അപ്പം ആർക്കാ അത് നമുക്ക് പറയാൻ കഴിയില്ല. ഒന്നും പറയാൻ കഴിയില്ല. ആകെ ജനങ്ങളെടുത്ത് കിടക്കുന്ന കാര്യസ്ഥ, നമുക്കൊന്നും പറയാനില്ല. എന്നാലും സാധ്യത ഇത് നന്നാക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് വൈലത്തൂരെ ബ്ലോക്ക് ആര് നന്നാക്കുന്ന അവർക്ക് വോട്ട് ചെയ്യും, ജനങ്ങൾ വോട്ട് ചെയ്യും. അത്ര നമുക്ക് പറയാനുള്ളൂ. ഇനിയിപ്പോൾ ജയിച്ചാലാണ്ട് അവർ ഇതാക്കുമോ, നന്നാക്കുമോ? അത് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോരുത്തർ കിടക്കുന്ന കാര്യമാണ്, നമുക്കൊന്നും പറയാൻ പറ്റൂല. അതെ. കഴിഞ്ഞ പ്രാവശ്യം LDF ആയിരുന്നു, പ്രാവശ്യം ലീഗ് ആവാനാണ് സാധ്യത. എന്താ അബ്ദുറഹ്മാൻ ഇല്ലാത്തതുകൊണ്ടാണോ? അല്ല, കഴിഞ്ഞ പ്രാവശ്യം ഭരണം കുഴപ്പമുണ്ടായിരുന്നില്ല. തിരൂർക്ക് മാറിയില്ലേ ആള്? സാധ്യത ഉണ്ടായിരുന്നു. സമീറല്ലേ? കൊണ്ടുപോകും. സംസ്ഥാനത്ത് ആരായിരിക്കും? പിണറായി വിജയൻ വരും. തുടർന്ന് ഭരണം കിട്ടും. താനൂർ ലീഗാനാവും. നവാസുണ്ടാവും. അബ്ദുറഹ്മാൻ ഇല്ലാത്തതുകൊണ്ടാണോ ഇങ്ങനെ? അബ്ദുറഹ്മാൻ ഇല്ലാത്തതുകൊണ്ടല്ലോ. ഇപ്പോഴത്തെ വന്ന സ്ഥാനാർത്ഥിക്ക് വലിയൊരു പബ്ലിസിറ്റി ഇല്ല, ആൾക്കാരുടെ ഇടയിൽ നെഗറ്റീവ് ഫീഡ്ബാക്കാണ്. പുള്ളി മണ്ഡലക്കാരനാണ്. പക്ഷേ ഇപ്പോൾ വൈകി വന്ന ഒരാളുമാണ്. അതിന് അത്ര വിയോജനം വന്നവര് അത്ര ഒരു പോപ്പുലർ അല്ല ആള്. അല്ല ഉണ്ടാവില്ല. ഒരു ഫൈറ്റ് ഉണ്ടാവും. ഒരു ചെറിയ ഭൂരിപക്ഷത്തിന് ജയിക്കാൻ അങ്ങനെ ലീഗ് ജയിക്കുള്ളൂ.
അത്രമാൻ വരും. അത്രമാൻ്റെ എടുക്ക് പോകണേ. അത്രമാല മുൻകൂട്ടി നിൽക്കണല്ലോ എടുത്തു തൂക്കായിട്ട്. അതായത് സമീറാണ് നിൽക്കുന്നതെങ്കിൽ അബ്ദുറഹ്മാൻ തന്നെയാണ് ഇപ്പോഴും താനൂർ ഒരു മാറ്റമില്ല ആ കാര്യത്തിൽ. ഉറപ്പാണ്. UDF ആയിരിക്കും. പറയാൻ കാരണം വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരുപാട് വാഗ്ദാനങ്ങൾ പറഞ്ഞുകൊണ്ടാണ് വന്നത്. പക്ഷേ ആ വാഗ്ദാനങ്ങളൊന്നും പ്രധാനപ്പെട്ട കുടിവെള്ള പ്രശ്നങ്ങൾ, അതുപോലെ സ്റ്റേഡിയം, ഒരുപാട് വിഷയങ്ങൾ, കോളേജ് മുൻ MLA കൊണ്ടുവന്ന എന്താണോ അത് കുറച്ചൊക്കെ അതിന് ബാക്കി ചെയ്തു. എന്നാലതൊന്നും പൂർത്തിയാക്കാൻ പറ്റിയില്ല. തിരുവനന്തപുരത്തിൽ ഒരു മാറ്റം എന്തായാലും വരണം, നല്ലതാണ്. താനൂരിൽ ഇപ്പോൾ അബ്ദുറഹ്മാനായിരുന്നു, അതിപ്പോൾ തിരുവനന്തപുരത്ത് പോവുകയാണ്. 2 മണ്ഡലത്തിലും മാറ്റങ്ങൾ ഉണ്ടാവും. LDF സാധ്യത കൂടുതൽ പല കാര്യങ്ങളും വി അബ്ദുറഹ്മാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എന്തായാലും താനൂർ LDF വരുന്നു. കേരളത്തിന് LDF വരുന്നതാണ് എൻ്റെ അഭിപ്രായം. താനൂരിൽ ഇത്തവണ ആര് വിജയിക്കുമെന്നതായിരുന്നു ചോദ്യം. PK നവാസോ അല്ല T മുഹമ്മദ് സമീറോ എന്നുള്ളതാണ്. PK നവാസ് UDF സ്ഥാനാർത്ഥിയാണ്. T മുഹമ്മദ് സമീർ LDF സ്വതന്ത്രനായാണ് മത്സരിക്കുന്നത്. അബ്ദുറഹ്മാൻ്റെ അസാന്നിധ്യത്തിൽ താനൂരിൽ നവാസ് ആയിരിക്കും വിജയിക്കുക എന്ന് പറഞ്ഞവർ ഏറെയാണ്. എന്നാൽ LDF തന്നെ തുടരും എന്ന് പറയുന്നവരുമുണ്ട്. എന്തായാലും ജനങ്ങളാണ് വിധി എഴുതേണ്ടത്. അവർ തന്നെ കാര്യങ്ങൾ തീരുമാനിക്കട്ടെ. ക്യാമറ പേഴ്സൺ റിഷാദ് TKയ്ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.